യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ വരാനിരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും അതോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിനെ ഏത് രൂപത്തിലാണ് ബാധിക്കാൻ പോകുന്നത്? സാധാരണഗതിയിൽ ചില വിഷയങ്ങൾ രാഷ്ട്രീയപരമായി വലിയ ബുദ്ധിമുട്ട് ഉണ്ടാക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷെ കോൺഗ്രസ് ഇപ്പോ പ്രതീക്ഷിക്കുന്നത് യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹിത്വത്തിൽ നിന്ന് മാറ്റി ഒരു നടപടി എടുത്തു എന്നുള്ളത് കൊണ്ട് ഇത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല എന്നായിരിക്കും ഒരുപക്ഷെ കോൺഗ്രസിന്റെ ധാരണ. പക്ഷെ ഒട്ടൊക്കെ ഇത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പിന്റെ പ്രതീക്ഷകളെ അസ്ഥാനത്താക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. നേരത്തെയും ഇത്തരത്തിലുള്ള ചില വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവരുടെ പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് ഇത്തരത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്ക് അറിയാനും സാധിക്കും. എന്നാൽ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തുണ്ടായ ചില പ്രശ്നങ്ങൾ, സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ ഒന്നും തന്നെ എന്നാൽ രണ്ടാമത്തെ ഘട്ടത്തിൽ പിണറായി വിജയനെ സർക്കാരിനെ ബാധിച്ചിട്ടില്ല എന്നും പറയേണ്ടിയിരിക്കുന്നു. ഇവിടെ ഇത് രാഷ്ട്രീയ ആയുധം എന്ന രീതിയിൽ തള്ളിക്കളയണോ എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകമായി ചിന്തിക്കണം. കാരണം ഇതൊരു രാഷ്ട്രീയ പ്രശ്നം എന്നതിലുപരി സ്ത്രീകളുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സാധാരണഗതിയിൽ ഇത്രയും കാലം നമ്മൾ കണ്ടിട്ടുള്ള ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വരുമ്പോൾ ഈ പുറത്ത് നിൽക്കുന്നത് അല്ലെങ്കിൽ ഇരകളായി നിൽക്കുന്നത് ഒരു സ്ത്രീയോ മറ്റോ ആകും. പക്ഷെ ഈ വിഷയത്തിൽ ഒരു സ്ത്രീയല്ല, നിരവധി സ്ത്രീകൾ രംഗത്ത് വന്നിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇയാളുമായി ബന്ധപ്പെട്ട് വളരെ അധികം സ്ത്രീകൾ പരാതിയുമായി വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാലൊട്ട് പോലീസിൽ പരാതിപ്പെടാനുള്ള അല്ലെങ്കിൽ നിയമപരമായ നടപടിയിലേക്ക് നീങ്ങാനുള്ള ധൈര്യം ഇവർക്കില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, പോലീസ് ഈ വിഷയത്തിൽ പുലർത്തുന്ന നിസ്സംഗമായ നിലപാടുകൾ കോടതിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കോടതിയിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ അവരെ ബാധിക്കും. ഇപ്പൊ ഒരു കേസ് നമുക്കറിയാം, നമ്മളൊരു പ്രശ്നം ഉണ്ടാകുന്നു, പോലീസിൽ കംപ്ലൈന്റ് കൊടുത്താൽ ഒരു 10 വർഷമെങ്കിലും ഈ കേസിന് നീതി കിട്ടാനൊക്കെ ഉണ്ടാവും. അപ്പോഴത്തേക്കും ഇയാൾ പടർന്നു വന്നിരിച്ചൊരു മന്ത്രിയൊക്കെ ആയിട്ടുണ്ടാവും, ഒരു സംശയമില്ല കാര്യത്തിൽ. രാഹുൽ മാങ്കൂട്ടം വളരെ എളുപ്പം, ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഒരു ലാറ്ററൽ എൻട്രി എന്ന് പറയുന്നത് പോലെ പെട്ടെന്ന് കയറി വന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ മുന്നോട്ട് പോക്കും എളുപ്പമായിരുന്നു. അപ്പോ ഈ കേസ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അദ്ദേഹം പറയുന്നത് രാജിവെക്കില്ല എന്ന് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്. രാഹുൽ മാങ്കൂട്ടം രാജിവെക്കില്ല എന്ന് പറയുമ്പോൾ നിയമപരമായി രാഹുലിന്റെ മുന്നിൽ മറ്റു തടസ്സങ്ങളൊന്നുമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നുണ്ട്. പക്ഷേ ഇവിടെ ധാർമ്മികതയുടെ ചില വിഷയങ്ങളുണ്ട്. അപ്പോ ധാർമ്മികതയുടെ വിഷയം നമ്മൾ ഉയർത്തിക്കാട്ടുമ്പോൾ ഓരോ രാഷ്ട്രീയക്കാരും ഓരോ പാർട്ടിക്കാരും പരസ്പരം ചോദിക്കേണ്ടതാണ്, ആർക്കാണ് ഇക്കൂട്ടത്തിൽ ധാർമ്മികതയുള്ളത്, ആരോടാണ് ധാർമ്മികത പുലർത്തേണ്ടത് എന്നുള്ളതാണ്. ഇവിടെ ഇനിയും രാഹുലിന് ഒരു അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് ഒരു സീറ്റ് കിട്ടാനുള്ള സാധ്യതയില്ല എന്ന് തന്നെയാണ് ഞാൻ വിലയിരുത്തുന്നത്. പക്ഷേ കോൺഗ്രസ് ആയതുകൊണ്ട് എന്തും പ്രതീക്ഷിക്കാം, ചിലപ്പോൾ സീറ്റും കൊടുക്കാം. പക്ഷെ സീറ്റ് കൊടുത്താൽ അത് വലിയ രീതിയിൽ വളരെ കുറച്ച് സമയമേ ഇനി തെരഞ്ഞെടുപ്പിനുള്ളൂ. അതുകൊണ്ട് തന്നെ അത് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ളത് കോൺഗ്രസ് തന്നെ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് കോൺഗ്രസിന് അറിയാം. അതുകൊണ്ട് ഇത്തവണ രാഹുലിന്റെ MLA സ്വപ്നം, ഇനിയൊരു MLA ആകാമെന്നോ അല്ലെങ്കിൽ മന്ത്രിസഭയിലേക്ക് എത്താമെന്നുള്ള സ്വപ്നം തകർന്നടിയാനാണ് സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പാലക്കാട് നിയമസഭാ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം BJP ഏറെ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന മണ്ഡലമാണ്. 2021 തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിലും E ശ്രീധരനും മത്സരിച്ചപ്പോൾ കപ്പിനും ലിപ്പിനും ഇടയിലാണ് പാലക്കാട് മണ്ഡലം BJPക്ക് നഷ്ടമായത്. എന്നാൽ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ അങ്ങനെയായിരുന്നില്ല. അതുകൊണ്ട് തന്നെ BJP ഈ വിഷയത്തിൽ പാലക്കാട് A ക്ലാസ് മണ്ഡലം പിടിച്ചെടുക്കാൻ BJP ഈ വിഷയത്തിൽ എന്ത് നിലപാടായിരിക്കും ഇനി സ്വീകരിക്കാൻ സാധ്യത? BJP അല്ലെങ്കിലും അവിടുത്തെ പാലക്കാട് സീറ്റ് നോട്ടമിട്ടിരിക്കുന്ന ഒരു സീറ്റ് തന്നെയാണ്, അക്കാര്യത്തിൽ സംശയമില്ല. പക്ഷേ പാലക്കാട് ചില രാഷ്ട്രീയ സമവാക്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ പാലക്കാട് ചില ജാതി സമവാക്യങ്ങളാണ് അവിടുത്തെ രാഷ്ട്രീയത്തെ നിർണ്ണയിക്കുന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ പാലക്കാട് പിടിച്ചെടുക്കൽ എന്ന കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പമായതും ഷാഫിയെ പോലുള്ള ഒരാളുടെ സാന്നിധ്യമൊക്കെയാണ്. ഷാഫിയുടെ സ്ഥാനാർത്ഥി എന്ന രീതിയിലാണ് രാഹുൽ അവിടെ അവതരിപ്പിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ്സുകാരനും മറ്റ് പരിഗണനകളൊന്നും നോക്കാതെ അവിടുത്തെ ഷാഫിക്ക് വോട്ട് ചെയ്തുകൊണ്ടിരുന്നവരെല്ലാം, അതിലേറെ ആൾക്കാർ, ഒരു യുവ നേതാവാണ്, നന്നായി സംസാരിക്കാൻ അറിയുന്ന ഒരാളാണ്, അയാൾ വളരെ വൃത്തിയായി ചാനലുകളിൽ പ്ലേസ് ചെയ്യപ്പെട്ട് നാട്ടുകാർ അറിയുന്ന ഒരാളായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊക്കെ വലിയ രീതിയിൽ ഗുണം ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അവിടുത്തെ സ്ത്രീകളുടെ, ഇപ്പൊ ഞാൻ പറയാം, തൃശ്ശൂരിൽ ഈ കള്ളവോട്ട് ചേർത്തത് കൊണ്ടാണ് അവിടെ സുരേഷ് ഗോപി ജയിച്ചതെന്നൊക്കെ പറയുമ്പോൾ യഥാർത്ഥത്തിൽ അവിടുത്തെ സ്ത്രീകൾ ഒറ്റക്കെട്ടായി സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഈ സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ട് ഇത് സ്ത്രീകളുടെ ആത്മാഭിമാനത്തിന്റെ ഒരു പ്രശ്നം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ അമ്മമാരും അവിടുത്തെ സ്ത്രീകളും എത്തരത്തിൽ പെരുമാറും, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഇത്തരത്തിലുള്ള ഒരാളെ മുമ്പോട്ട് കൊണ്ടുവരണോ എന്നുള്ളത് അവിടുത്തെ ജനങ്ങളുടെ തീരുമാനമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ BJP അതിനെ പരമാവധി ഉപയോഗിക്കും എന്ന് പറയാൻ കഴിയില്ല. ഉപയോഗിക്കുന്നു എന്ന വാക്ക് എനിക്ക് അവിടെ സ്യൂട്ടാകുമെന്ന് തോന്നുന്നില്ല. BJP എന്നല്ല ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും ഇത്തരം വിഷയങ്ങളെ അങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ഇത് സ്ത്രീകളുടെ വിഷയമായി തന്നെ കാണണം. ഒരു രാഷ്ട്രീയ വിഷയമല്ലല്ലോ ഇത്. രാഷ്ട്രീയ വിഷയം എന്ന് പറയുമ്പോൾ വേറെ ഏതെങ്കിലും വിഷയത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം, ഇത് ഒരാളല്ലല്ലോ പരാതിക്കാരി. ഒരു പരാതിക്കാരിയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, ഒരാളെ
പ്രണയിച്ചു, ആ പ്രണയം ചിലപ്പോൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല, എല്ലാവർക്കും കഴിയില്ല, എല്ലാ ബന്ധങ്ങളും അങ്ങനെ പോകണമെന്ന് നിർബന്ധവുമില്ല. അതിനിടയിൽ എന്തെങ്കിലും ഉണ്ടാകുന്നു, അല്ലെങ്കിൽ അത് വിവാഹം വേണ്ടാന്ന് വെക്കുന്നു, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് അങ്ങനെയല്ല. രാഹുലിന്റെ വിഷയത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ, രാഹുൽ നിരവധി പെൺകുട്ടികൾക്ക് വിവാഹ വാഗ്ദാനം നൽകുന്നു, പെൺകുട്ടികളെ ഉപയോഗിക്കുന്നു, അവരെ ഗർഭിണികളാക്കുന്നു, അവർക്ക് അബോർഷൻ ചെയ്യാനുള്ള അവരെ ബുദ്ധിമുട്ടിക്കുന്നു, അങ്ങനെ അവരെ ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ പോലും ഇല്ലാതെ ഗുളിക വാങ്ങിക്കൊടുത്ത്, ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്, ഗുളിക വാങ്ങിക്കൊടുത്ത് ഗുളിക കഴിച്ചോളൂ എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ അത്രയും മനുഷ്യത്വരഹിതമായ പ്രവൃത്തികൾ ചെയ്തിട്ടുള്ള ഒരാളാണ് രാഹുൽ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇനി അത് മാത്രമല്ല, വിവാഹ വാഗ്ദാനം കൂടാതെ സോഷ്യൽ മീഡിയയുടെ എല്ലാ പ്ലാറ്റ്ഫോമുകളും അടക്കം, ടെലിഗ്രാം, അതുപോലെ ഇൻസ്റ്റാഗ്രാം, ഇങ്ങനെ എല്ലാ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും പലരെയും കണ്ടെത്തുന്നു. അതൊരു ക്രിമിനൽ ആക്ടിവിറ്റി അല്ലേ? നിരവധി പേരെ അത് തെളിവ് നശിപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി മെസ്സേജുകൾ അയക്കുമ്പോൾ ഒരു പ്രാവശ്യം കാണത്തക്ക പോലൊക്കെ മെസ്സേജുകൾ അയക്കുന്നു. അപ്പൊ അങ്ങനെ അതൊരു ക്രിമിനൽ ആക്ടിവിറ്റിയാണ്. അയാളുടെ ക്രിമിനൽ മൈൻഡ് കൂടി അതിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്. അത് വെറും ഒരു പ്രണയമോ ആ പ്രണയത്തകർച്ചയിൽ നിന്നുണ്ടായ ഒരു പരാതിയോ ഒന്നും ആകാൻ വഴിയില്ല. വളരെ കൃത്യമായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഇത്തരത്തിലുള്ള വിവാഹ വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് തന്നെയാണ് ആ പെൺകുട്ടികളെ ഉപയോഗിച്ചതെന്നുള്ളത് തന്നെയാണ്. വേറൊരു പെൺകുട്ടി കഴിഞ്ഞ ദിവസം ഇങ്ങനെ ബൈറ്റ് കൊടുക്കുന്നത് കണ്ടു. ഇതുപോലെ തന്നെ വിവാഹ വാഗ്ദാനം നൽകി വീട്ടിൽ വരെ എത്തിയ ശേഷം, വീട്ടിൽ വരെ വന്ന് സംസാരിച്ച ശേഷമാണ് ആ പെൺകുട്ടിയെ വിളിച്ചു വരുത്തി ഉപയോഗിച്ച ശേഷം തനിക്ക് വിവാഹം കഴിക്കാൻ കഴിയില്ല, താൻ വേറെ വിവാഹം കഴിച്ചാലും ഇത് കൊണ്ടുപോകാം, ജീവിതകാലം മുഴുവൻ ബന്ധം കൊണ്ടുപോകാം എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതിൽ നമുക്ക് മനസ്സിലാക്കുന്നത് മനഃപൂർവമായ ചില പറ്റിക്കലുകൾ, ചതിക്കലുകൾ, ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഇത്തരം ബന്ധങ്ങളിൽ. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ചെന്ന് സ്ത്രീകളോട് അനാവശ്യമായി സംസാരിക്കുന്നു, സ്ത്രീകളോട് വളരെ മോശമായ രീതിയിൽ റേപ്പ് ചെയ്യണമെന്ന് പറയുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മനോവൈകൃതമുള്ള ഒരാളുടെ ഒരു രീതിയായി നമുക്ക് കാണാൻ കഴിയും. യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തെ സംരക്ഷിക്കേണ്ടതിന് പകരം കോൺഗ്രസോ രാഹുലിന്റെ വീട്ടുകാരോ ഒക്കെ ചേർന്നുകൊണ്ട് രാഹുലിനെ വളരെ പെട്ടെന്ന് തന്നെ അടിയന്തരമായി ട്രീറ്റ്മെന്റിന് വിധേയമാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതൊരു അസുഖം തന്നെയാണ് രാഹുലിന്റെ. അത് ഇല്ലാതാക്കാൻ അടിയന്തരമായി ട്രീറ്റ്മെന്റ് നടത്തേണ്ടതാണ് എന്ന അഭിപ്രായക്കാരി കൂടിയാണ് ഞാൻ. നമുക്കറിയാം, ഒരു സെൻസും ഇല്ലാതെ, ഒരു ലോജിക്കും ഇല്ലാതെ എല്ലാത്തരം ആൾക്കാരെയും, ട്രാൻസ്ജെൻഡേഴ്സിനെ പോലും വെറുതെ വിടാത്ത അത്തരത്തിലുള്ള വൈകൃതത്തിനുടമയായ രാഹുലിനെ പോലൊരാളെ അവരുടെ ജനപ്രതിനിധിയായി വേണോ എന്നത് അവിടുത്തെ ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അവിടെ നല്ല സ്ഥാനാർത്ഥികൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത്തരത്തിലൊരു നല്ല സ്ഥാനാർത്ഥി, ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു പാലക്കാട് നല്ലൊരു സ്ത്രീ സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ അവിടുത്തെ സ്ത്രീകൾ ഒന്നടങ്കം രാഹുൽ അവിടെ നിൽക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ രാഹുലിനെതിരെ അവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി നിൽക്കുന്നവർക്കെതിരെ മത്സരിക്കാൻ പറ്റുന്നത് ഏറ്റവും കാലിബർ ഉള്ള ഒരു സ്ത്രീ സ്ഥാനാർത്ഥിയെ അവിടെ നിർത്തിക്കൊണ്ട് ജയിപ്പിക്കുക എന്നുള്ളതാണ് BJP അടക്കമുള്ളവർ നടത്തേണ്ട സ്ട്രാറ്റജി എന്ന് എനിക്ക് തോന്നുന്നു. കാരണം സ്ത്രീകൾക്ക് ഇത്രയും കാലം ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾക്ക്, അല്ലെങ്കിൽ ഇത്രയും കാലം രാഹുലിനെ പോലൊരാൾ സ്ത്രീകളോട് കാണിച്ച അനീതിക്ക് മറുപടി പറയാൻ അവിടുത്തെ സ്ത്രീകൾക്ക് കഴിയണം. അതിന് അത്തരത്തിലുള്ള മറുപടി കൊടുത്താൽ മാത്രമേ രാഷ്ട്രീയത്തിൽ സംശുദ്ധതയും ഈ ധാർമ്മികതയും സ്ത്രീകളോടുള്ള മനോഭാവത്തിനും ഒക്കെ മാറ്റം ഉണ്ടാവുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ പറയുന്നത് താൻ രാജിവെക്കില്ല എന്നുള്ളത് തന്നെയാണ്. സത്യത്തിൽ രാജിവെക്കാൻ നിയമപരമായ തടസ്സങ്ങളൊന്നും രാഹുലിന്റെ മുന്നിൽ നിലവിലില്ല. കേസോ മറ്റു പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇല്ല. കേസ് ഉണ്ടെങ്കിൽ തന്നെ രാജിവെക്കാത്തവരാണ് ഇവിടെ ഉള്ളവരെന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ അതൊക്കെ ഒന്നോ രണ്ടോ പരാതികളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അതിനൊരു ചെറിയ ആനുകൂല്യമെങ്കിലും, മാത്രമല്ല അപ്പുറത്ത് നിൽക്കുന്നത് സോളാർ ഇര, അതുപോലെ സ്വർണ്ണക്കടത്തിൽ ആരോപണ വിധിയായിട്ടുള്ള സ്വപ്ന, അതുപോലെ തന്നെ മറ്റ് ചില ആൾക്കാർ, അവരെയൊക്കെ സംബന്ധിച്ച് അവർക്ക് ഈ ഇങ്ങനത്തെ ചില ഇടപാടുകൾ ഉള്ള ആൾക്കാർ തന്നെയാണ്. 5, 6, 7 പേരുടെ പേര് പറയുക, അത്തരത്തിലുള്ള ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ ക്രെഡിബിലിറ്റിയെ സംബന്ധിച്ചുള്ള ചർച്ചകൾ കൂടി ആ വിഷയത്തിൽ നടക്കുന്നത് കൊണ്ട് അതിൽ നമുക്ക് പെട്ടെന്നൊരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയില്ല. പക്ഷെ ഇവിടെ രാഹുലിന്റെ വിഷയത്തിൽ അതല്ല സംഭവിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് രാഹുൽ അവിവാഹിതനായ ഒരു ചെറുപ്പക്കാരനായതുകൊണ്ട് തന്നെ ആരെയോടെങ്കിലും ചെന്ന് വിവാഹം കഴിക്കാമെന്ന് പറയുമ്പോൾ സ്ത്രീകൾ വിവാഹം കഴിക്കുമെന്നൊക്കെ തന്നെ വിശ്വസിക്കും. അതുപോലെ സ്നേഹപ്രകടനം നടത്തുമ്പോൾ തീർച്ചയായും വിവാഹം കഴിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് തന്നെ വിശ്വസിച്ചുകൊണ്ടാണ് പലപ്പോഴും ഇത്തരം ബന്ധങ്ങളിലേക്ക് പലരും പോകുന്നത്. അതിന് സ്ത്രീകളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ചിലർക്ക് പറയാനുള്ള ധൈര്യം ഇല്ലാതെ വരുന്നു, ചിലർക്ക് പറയാനുള്ള ധൈര്യം ഉണ്ടാകുന്നു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ചെന്ന്, അതായത് ഇപ്പൊ ആലോചിച്ച് നോക്കൂ, സുഹൃത്തായ വനിതയെ 5 സ്റ്റാർ ഹോട്ടലിലേക്ക് കിടക്കാൻ ക്ഷണിക്കുന്ന രീതിയിലേക്ക് അധപ്പതിച്ചു പോയിരിക്കുന്നു രാഹുൽ എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. എന്നാൽ രാഹുൽ ചെയ്തത് ക്രൈം തന്നെയാണ്. ധാർമ്മികപരമായി അത് ഓരോരുത്തരുടെ ധാർമ്മികത ഓരോരുത്തരുടെ മനസ്സിലും അവരുടെ ചിന്തകളിലും അവരുടെ പ്രവൃത്തിയിലും ഒക്കെ ഉണ്ടാകേണ്ടതാണ്. അപ്പോൾ രാഹുലിന്റെ ധാർമ്മികത, അത്തരം ധാർമ്മികതകളിലേക്ക് രാഹുൽ പോകുന്നില്ലെങ്കിൽ, അതാണ് രാഹുലിന്റെ ധാർമ്മികത എന്ന് രാഹുൽ ചിന്തിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ മറുപടി പറയേണ്ടത് കേരളത്തിലെ സ്ത്രീകൾ അവരുടെ അന്തസ് കൊണ്ടാണ്, അവരുടെ അഭിമാനം കൊണ്ടാണ്.